ഞാനിപ്പോൾ എങ്ങോട്ടൊക്കെ നടന്നു പോകുന്നത് നിങ്ങളോട് കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഗൈസ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സമയം 3:54. അപ്പം വ്ലോഗൊന്നും എടുത്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ട്രയൽ ചെയ്തിട്ട് പഠിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് ഗൈസ്. ഈ റോഡിൻ്റെ അറ്റത്താണ് എൻ്റെ ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ പോലും അറിയില്ല ഞാൻ ഇന്നിങ്ങനെ വ്ലോഗ് എടുത്തിട്ടാണ് വരുന്നതെന്നുള്ളത്. ഗൈസ് ഈ ഒരു സ്പോട്ടിന് പറയുന്നത് നമ്മൾ കണ്ടെന്നാണ് പറയല് ഗൈസ്. കാരണം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കണ്ടാണ്. ഇവിടെ കുറേ വാഴ കൃഷിയൊക്കെ ഉണ്ട് ഗൈസ്. വാഴയുണ്ട്, പിന്നെ അങ്ങനെ പലതും ഉണ്ട് ഗൈസ്. ഒരേ ഒരു ചേച്ചി നടന്നു വരുന്നുണ്ട്. ചേച്ചിക്കൊന്നും ഒരു പരിചയം ഉണ്ടാവില്ല ഞാനിങ്ങനെ വ്ലോഗ് എടുക്കുന്നതാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വ്ലോഗൊക്കെ ഒഴിവാക്കാം. സ്പോട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏറുമാടാണ് ഗൈസ്. മഴ പെയ്യുമ്പോൾ ഇല്ല, ഈ ഏറുമാടത്ത് മഴ കൊള്ളാതിരിക്കാൻ എന്ത് രസമാണെന്നറിയാം. അതുമാത്രമല്ല ഏതോ വണ്ടിൻ്റെ ഒരു സീറ്റൊക്കെ ഉണ്ട് ഇവിടെ സെറ്റാക്കിയിട്ടിട്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ നിരന്നിരുന്നിട്ട് പബ്ജി ഒക്കെ കളിക്കാണ്ടല്ലോ. ഏത് മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ മൂഡ് എന്നേ പറയുള്ളൂ ഗൈസ്. ഓപ്പോസിറ്റ് കുറേ വാഴയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഗൈസ്. ഇവരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേങ്കിൽ ഇവരാരും കാണുന്നില്ല ഗൈസ്. എല്ലാവരും എന്നെ പോസ്റ്റാക്കി ഗൈസ്. അങ്ങോട്ട് പോയിക്കാനല്ല എൻ്റെ വീട്, ഇങ്ങോട്ട് പോയിക്കാനല്ല ആഷിക്കിൻ്റെയും മുന്നൂൻ്റെയും എല്ലാം വീട് ഗൈസ്. അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അമ്മാച്ചു വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചാമ്പിയിട്ടുള്ളത് ഗൈസ്. ഇതാണ് ഗൈസ് എന്നെ പോസ്റ്റാക്കിയ മുനവീർ ഗൈസ്. മുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പുതിയ യൂട്യൂബ് ചാനലിൽ പുതിയ ലോങ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നുള്ള പ്ലാനിലുള്ളത്. അതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം നല്ല തന്നെ. കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പോൾ അത്യാവശ്യം റീച്ച് ആയി ക്ലിക്ക് ആവൂലേ? ഓക്കെ അല്ലേ? എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് മുനവീർ. ആ, വീട് അഡ്രസ്, പേര്, ഫോൺ നമ്പർ എല്ലാം പറ. വീട് അഡ്രസ് എന്ന് പറഞ്ഞാൽ വീട് ഇതിന്റെ മേലെ തന്നെ. വേറെ ഫോൺ നമ്പർ, ഇൻസ്റ്റ ഐ ഡി മുനവീർ. അപ്പോൾ ശരി. എനിക്ക് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗ് ചെയ്ത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക്, ചെറുതല്ല വലിയ രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കണ്ടും കേട്ടും ഒന്ന് ക്ഷമിക്കുക ഗൈസ്. ഗൈസ് ഇവരാണ് എന്നോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോസ്റ്റാക്കിയത് ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിൽക്കി ഞാൻ പുതിയതായിട്ട് ഇന്ന് മുതൽ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിലല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. Okay. My name is Shamnas. I'm from Manoj Road. Kannur. I'm working from Dubai. Hello 6. Wow. Okay, Yeah. My name is Sajid. I'm coming from Bayatottinappuram. Wow. I'm businessman. Yeah, bro. Yes, business bro. Why? Bara. I'm dad of these two people. My name is John Cena. ഇംഗ്ലീഷ് ഒന്നും വേണ്ട കേട്ടോ, മലയാളം മതി കേട്ടോ. എടാ ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരു ഗുഡ് അഡ്വൈസ് പറയാം. നല്ല ആശയാന്ന്. നീ വളരട്ടെ. വിജയാന്ന് നമ്മളെ രോഷം അതാണ് നമുക്ക് വേണ്ടത്. കണ്ടത്തിനപ്പുറം വരല്ല എന്താണ് സിറാജുദ്ദീൻ കാസിമിന്റെ പുതിയ വയലുണ്ട്, കേൾക്കണം പറ്റിയ. മരിച്ചാലും മണ്ണിൽ അലിയരുതെന്നുള്ളല്ലേ ഞാൻ കേട്ടില്ല. അത് കേട്ടോ. ജീവിച്ചാലും ഇന്റൊക്കെ ജീവിക്കരുത്. ഒരു മനുഷ്യരങ്ങ് മരണപ്പെട്ടു പോയാ പിന്നെ വ്യഭിചാരിയുടെ മരണം അതിക്രൂരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആച്ച ശരിക്കും കേൾക്കേണ്ട ഭാഗം. എന്തോ ആടാ പറയുന്നത് നിങ്ങളൊക്കെ. വെളിച്ചം വേറെ ഡേക്കേസിന്ന് ലൈറ്റ് എടുത്ത് പോണം. കണ്ണോണ്ട് ആഷിക്ക് വന്നു ഗൈസ്. ആഷിക്കേ, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നാ പറയാനില്ലെങ്കിൽ പറ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ഫോണിൽ വിളിക്കാൻ വിചാരിച്ചു നിങ്ങളെ. പറ എന്തെങ്കിലും പറ, ഒരഭിപ്രായം എന്തെങ്കിലും പറ. നല്ല തന്നെ. പാലത്തിന്റെ മുമ്പിലെ സെജുവിന്റെ മേത്തിങ്ങനെ അല്ലു അർജുന സെജു നോക്കി ഞാൻ പുതിയ യൂട്യൂബിലില്ലേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യല്ലേ. എനിക്കെന്താ പറയാനല്ലേ? പറയടാ അഭിപ്രായം പറ. നല്ലതാണോ ബടക്കാണോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? എടാ അതെന്താടാ നല്ലതാണോ ബടക്കാണോന്നല്ലോ. എടാ എനക്കൊരു മോട്ടിവേഷൻ എന്താ സെറ്റല്ലേ? നിങ്ങളോട് കാര്യം ചെയ്യട്ടെ. നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ആംസ്കില്ലർ എന്ന് പറയുന്ന പേജ് കണ്ടിനാ? സബ്സ്ക്രൈബ് ചെയ്തിനാ? ഫോളോ ചെയ്തിട്ടുണ്ടാ? എന്റെ പേരെന്നാ? ഓക്കെ. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ എന്തായാലും പോയിട്ട് കാണൂലേ? കണ്ടിട്ട് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണ് അടിച്ചു പൊട്ടിക്കണം. അതേപോലെ തന്നെ വേറെ എന്ത് ചെയ്യുക? നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യൂലേ? ഓക്കെ. എൻ്റെ പേരെന്നോ?
ഇന്റെ പേര് ഇന്റെ പേരോ ഷെസിൻ. അപ്പൊ ഓക്കെ ബൈ ബൈ. നിങ്ങൾ എന്റെ വീട്ടിൽ പറയടാ നിങ്ങളെന്താ പറയാത്തേ? എടാ ഇവരൊന്നും പറയുന്നില്ലടോ. എടാ നിങ്ങൾക്കെല്ലാം പറയാനുള്ള പറ. അതാ മുന്നു ഇവിടെ ഇരുന്നിട്ടോ പറയാൻ വേണ്ടിട്ട് എണീച്ച പറയടാ മുന്നോ. നീ എന്നാ കോൽക്കളീന്റെ കാര്യമെല്ലാം പറഞ്ഞേ? കോൽക്കളി ഒന്നല്ല, ഞാൻ പറഞ്ഞൊന്നും അതല്ല. അല്ല എന്നോട് എന്തോ പറഞ്ഞു, ഞാനന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞ ഞാനെന്തോ ബൈലിംഗല അങ്ങനെ ബൈലിംഗിൽ അത് എന്തോ ലാംഗ്വേജ് ഉണ്ട് സാധനല്ലേ, അതേപോലത്തെ എന്തോ ഒരു സാധനം പറഞ്ഞേ. ആ ലാംഗ്വേജ് ഭയങ്കര ഇതാ. ഞാൻ മൾട്ടിലിംഗ്വൽ ലാംഗ്വേജാ, ബി ഇംഗ്ലീഷും മറ്റേ മലയാളവും. ആംസ് കില്ലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലട്ടൺ അടിക്കുക. രാജേട്ടനെ അടിക്കാം. ഒന്നുകൂടി പറഞ്ഞോ. ആർക്കാ അത് പറഞ്ഞ ശരിക്കും? ബെൽ ബട്ടണും പിന്നെ സബ്സ്ക്രൈബ് മണി അല്ല അതല്ല ബെൽ ബട്ടൺ, സബ്സ്ക്രൈബ് പൊട്ടിക്കുക. അങ്ങനെ പറയല്ലേ? ആംസ് കില്ലർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലട്ടൺ അടിച്ചു പൊട്ടിക്കുക. മാറിപ്പോതാ ബെല്ലട്ടൺ. അങ്ങനെ പറ എന്നാലേ കേരൂ. അതെ അതെ.